friends, welcome back to my channel. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നതാണ് എന്താണ് ഗ്രീൻ സ്ക്രീൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാൻ മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അത് തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ എന്താണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞത്. ഈ ഗ്രീൻ സ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പ്രത്യേക സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുന്ന ഒരു സ്ക്രീനാണ്. അപ്പൊ ഇതുകൊണ്ടുള്ള പ്രയോജനം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഞാൻ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ എന്റെ ബാക്ക്ഗ്രൗണ്ട് മാറിയത്. അപ്പോൾ ഇതാണ് ഈ ഒരു പച്ച തുണിയിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ കഴിയും കേട്ടോ. കണ്ടോ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതിൽ നമുക്ക് ആക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഇത് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ നമുക്ക് ലാപ്ടോപ്പിൽ ചെയ്യാൻ കഴിയും. ഞാൻ രണ്ടിലും ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് അതെങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ മൊബൈലിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൈൻ മാസ്റ്ററിലാണ് എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് ഈ പ്ലസ് ബട്ടണിൽ നെക്കിയിട്ട് 16 സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ മീഡിയയിൽ പോയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ട് ഇടാം. അപ്പോൾ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് വലുതാക്കി കൊടുക്കാം കുറച്ചൊക്കെ. എന്നിട്ട് നമ്മൾ ലെയറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഗ്രീൻ സ്ക്രീനിൻ്റെ വീഡിയോ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ഞാൻ അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അത്യാവശ്യം ഒന്ന് വലിപ്പം കൂട്ടി കൊടുക്കാം. ഉണ്ടോ ഒരു ഇത്രയൊക്കെ വലിപ്പം കൂട്ടിയിട്ട് ഇതൊന്ന് കറക്റ്റ് സെൻറ്റർക്ക് ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് നൽകിയിട്ട് ഇതാ ഒന്നാക്കിയതിന് ശേഷം ഇതൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ക്രോമാക്കി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ഷോ മാക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് നമ്മൾ കറക്റ്റ് വൈറ്റും ബ്ലാക്കും ആക്കി മാറ്റുക. ഇതിപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പോയി ഞാനിപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇത് ഇവിടെയൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഉണ്ട്. അത് നല്ലപോലെ പെർഫെക്റ്റേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റിംഗ് സെറ്റപ്പ് ഒന്ന് റെഡി ആവണം. അല്ലാന്നുണ്ടെങ്കിൽ പി സിയിൽ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് പി സിയിലൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ പി സിയിലേക്ക് പോകുന്ന ഫോണിലൊന്ന് ഇത് ക്രോപ്പ് ചെയ്യും. അതിനായിട്ട് ഞാൻ വീഡിയോ ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാൻ ക്രോപ്പ് കൊടുക്കും ഫസ്റ്റ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി. ഇതുപോലെ എടുത്തിട്ട് ഇതൊന്ന് കറക്റ്റ് ഒന്ന് ക്രോപ്പ് കൊടുക്കും കേട്ടോ. ഇതുപോലെ കറക്റ്റ് ഒന്ന് ക്രോപ്പ് കൊടുത്തിട്ട് ഒന്ന് ടിക്ക് മാർക്ക് നൽകും. എന്നിട്ടാണ് കേട്ടോ ഞാൻ പി സിയിലേക്ക് എടുത്തിടുക. നമുക്ക് എങ്ങനെയാണ് പി സിയിൽ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഫിലിമോറ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. എന്നിട്ട് ഇവിടെ ഈസി മോഡ് ഫുൾ ഫീച്ചർ മോഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഫുൾ ഫീച്ചർ മോഡ് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻ്റർഫേസിലേക്ക് കടക്കും നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ. എന്നിട്ട് നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മുടെ പുറകിൽ വരുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് സെലക്ട് ചെയ്തിടുക. അപ്പോൾ ഞാനിത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്തിടുന്നത്. എന്നിട്ട് നമുക്കിത് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഗ്രീൻ സ്ക്രീനിൻ്റെ വീഡിയോ അതിൻ്റെ ലെയറായിട്ട് അടിയിൽ കൊടുത്തിടാം. എന്നിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഒരു ലോഗോ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദ മേക്ക് പാർട്സ് ഫോർ ക്ലിപ്സ് ട്രാൻസ്പെറൻറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കേട്ടോ നിങ്ങളുടെ അത് ട്രാൻസ്പെറൻ്റ് ആയി മാറിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മിനിമം അഡ്ജസ്റ്റ് ഞാൻ ഇത്രയാണ്, അതുകൊണ്ട് ഞാൻ ഇത്ര ആക്കി വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണ് പി സിയിൽ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇത്ര നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അത് തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.